Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. VMC ഗ്ലോബൽ ലൈവ് മെഗാ മാർട്ട് വീക്ക് ലവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ബിസിനസ്സുകാരനും ഒരു കലാകാരനും അതുപോലെ തന്നെ ഒരു കായിക താരവും ഒക്കെ ആയിട്ടുള്ള തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയായ റിച്ചി കളത്തുരത്തും ഫാമിലിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റിച്ചി കളത്തുരത്ത് അല്ലേ? അതെ. നമസ്കാരം. നമസ്കാരം. റിച്ചി ഒരു ബിസിനസ്സുകാരനാണ്. അതിനേക്കാൾ ഒക്കെ ഉപരി നല്ലൊരു കലാകാരനാണ്. ഞാൻ ആദ്യമായിട്ട് റിച്ചി ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് റിച്ചി പരിചയപ്പെട്ടിട്ടുള്ളത് നേരത്തെ. പിന്നെ ഒരു കായിക താരമാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വിശദമായ വിവരങ്ങളിലോട്ട് വരും. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്താണ് മോളു പേര്? ഹായ്, നമസ്കാരം. എന്താണ് പേര്? വാട്ട്സ് യുവർ നെയിം? കെസിയ. ഫുൾ നെയിം പറ. കെസിയ സൂസൻ റിച്ചി. ഗുഡ് നൈം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ? തേർഡ് ഗ്രേഡ്. ഏത് സ്കൂളാണ്? ഏഷ്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. എന്താണ് പേര്? എൻ്റെ പേര് സജിനി. ഞാൻ BDF ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. നഴ്സായിട്ട് വർക്ക്. കുറേ വർഷമായോ അതോ? 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. എന്താണ് മോൻ്റെ പേര്? എൻ്റെ പേര് ക്രിസ. ഞാൻ 7th ഏഷ്യൻ സ്കൂളിനകത്താണ് പഠിക്കുന്നത്. ഏഷ്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിച്ചിയുടെ ആ കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളിലോട്ട് പോകാം. ആദ്യം ഇവിടെ ചെയ്യുന്ന പ്രൊഫഷനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ. ഒരു ബിസിനസ്സുകാരനാണ്. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സിലേക്ക് എത്താൻ ഉള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ബഹറിലേക്ക് കടന്നു വരുന്നത് 2013 ഇവിടെ വന്ന് ഏതൊരു പ്രവാസിയും പോലെ ജോലി അന്വേഷിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇതിലേക്ക് കടന്നു വരുമായിരുന്നു. കടന്നു വന്നപ്പോൾ ലഭിച്ച ജോലി ഇവിടെ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. സുൽബ് എന്ന് പറയും. ആ കമ്പനിയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു, ലോജിസ്റ്റിക്സ് മേഖലയിൽ. അതുപോലെ അവിടുന്ന് ഒരു ശകലം കൂടെ പിന്നെ മെച്ചപ്പെട്ട ഒരു ജോലി ഇവിടുത്തെ ഒരു ട്രേഡിംഗ് കമ്പനിയാണ് കവലാനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം ട്രേഡിംഗ് മേഖലയിലേക്ക് ഒരു കാൽവെപ്പ് അവിടെ നടന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇവിടുത്തെ ഓരോ രീതികളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് സാധ്യതകളുടെ ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്, നമ്മളിന്ന് കടന്നു പോകുന്നത്. അങ്ങനെ കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. 2017 ബിസിനസ് എന്ന് പറഞ്ഞൊരു സംരംഭത്തിലേക്ക് കടന്ന് വരാനായിട്ട് ഒരു അവസരം ദൈവം തന്നു എന്ന് തന്നെ പറയണം. നമുക്ക് അത്രയും നാൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവും പിന്നെ പരിമിതമായ അറിവ്, വലിയ അറിവ് നമുക്ക് പറയാനൊക്കത്തില്ല, അത് പറഞ്ഞ അഹങ്കാരമായി പോവും. പരിമിതമായ അറിവോടുകൂടി പിന്നെ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചു. അങ്ങനെ 2017 സ്ഥാപനം ആരംഭിക്കുന്നു. കമ്പനിയുടെ പേര് ഹാറ്റ് ബഹ്റൻ ജനറൽ ട്രേഡിംഗ് WLL എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മനാമയിൽ ലുലു റോഡിലാണ്. നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു മെയിൻ
ഹോൾസെയിൽ കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ അൽദസ്മയുടെ ആ ലൈന്, അൽദസ്മയ്ക്ക് പോകുന്ന ആ ലൈനിലാണ് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചത്. അവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഐറ്റംസ്, സേഫ്റ്റി, പ്ലംബിങ്, ഇലക്ട്രിക്കൽ, ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ്, പവർ ടൂൾസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2017 മുതൽ ഇപ്പം 2025 ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നു തന്നെ നമുക്കത് പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഈ ബിസിനസ്സിലോട്ട് കടന്നു വന്ന ആ ഒരു പാതയിലൂടെ വന്നല്ലോ, ആ സമയത്ത് ഫാമിലി കൂടെ ഉണ്ടായിരുന്നോ? 2013 ഞാൻ വന്ന് 2014 സജിനി ഇവിടെ കടന്നു വരുന്നത്. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ 2017 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ സമയത്തെല്ലാം കുടുംബം കൂടുണ്ട്. കുടുംബം കൂടുള്ളത് കൊണ്ടാണ് പിന്നെ എന്താ പറയുക, നമുക്ക് ഓരോ ഇപ്പം സക്സസ് എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും പിന്നെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. അതിന് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. അത് പിന്നെ 100% കുടുംബത്തിൽ നിന്ന് നമുക്കത് ലഭിച്ചു, എനിക്കത് ലഭിച്ചു എന്ന് പറയുന്നതിൽ ആത്മാർത്ഥമായിട്ടത് പറയാം. കാരണം സജിനിയുടെ ഫാദർ VM ജോയി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു സ്ഥാപനമായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 40 ഇയേഴ്സോളം പുള്ളി ആ സ്ഥാപനം നടത്തി. ഒരു ഹാർഡ്വെയർ ഗ്ലാസ് എംപോറിയം ഷോപ്പായിരുന്നു. പിന്നെ സക്സസ്ഫുള്ളി റൺ ചെയ്തൊരു ബിസിനസ്സായിരുന്നു. അപ്പം ആ ബിസിനസ്സിൻ്റെ ഉയർച്ചകളും താഴ്ചകളും എല്ലാം കണ്ട് വളർന്നൊരു ആളെന്നുള്ള നിലയിൽ പിന്നെ ഒരു ബിസിനസ്സുകാരൻ എന്താണെന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എൻ്റെ കൂടെ എല്ലാ തലങ്ങളിലും, അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. അപ്പം എല്ലാ സമയത്തും ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സും കൂടെ വേണം. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും കുടുംബം വളരെ സപ്പോർട്ടാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് തികച്ചും ധൈര്യശാലിയായിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് കൂടെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ചിലർ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും കാശ് ചിലവാക്കി ഇറങ്ങുന്നതാണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയൂ, ചേട്ടാ ഈ കാശ് പോവോ, അല്ലെങ്കിൽ നമ്മൾ ഇത് സക്സസ് ആവോ, അങ്ങനെയൊക്കെയുള്ള രണ്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നെങ്കിൽ ഒരുപക്ഷെ റിച്ചിക്ക് ഇപ്പം ഈ ഒരു ലെവലിൽ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കണം റിച്ചിയുടെ ഇതുവരെയുള്ള വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഇനി സജിനിയിലോട്ട് വരാം. സജിനി VDF-ലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായി ഇപ്പോൾ അവിടെ? ഞാൻ 10 വർഷം കഴിഞ്ഞു. ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, NIC ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? എനിക്ക് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മദർ നേഴ്സായിരുന്നു. അന്നേരം മമ്മി പണ്ട് തൊട്ടേ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മമ്മിക്ക് നമുക്കെപ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു കൈൻഡ് ഹാർട്ട് വേണം, അതില്ലാതെ പറ്റില്ല. അന്നേരം മമ്മി എപ്പോഴും അത് മമ്മിക്കുള്ള പറ്റുന്ന സമയത്തൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാനും എനിക്കങ്ങനെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഞാൻ ഇനിയും ഫ്യൂച്ചറിൽ എനിക്ക് നേഴ്സാകണം എന്ന് നന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോഴത്തേന് നേഴ്സിംഗ് പഠിച്ചു. പിന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് നാരായണ ഹൃദയാലയം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സൗദിക്ക് സെലക്ഷനായി. അവിടെ ഞാനൊരു 3 വർഷം സൗദി മിനിസ്ട്രി വർക്ക് ചെയ്തു. അതിനുശേഷം റിസൈൻ ചെയ്ത് ഇവിടെ BDF-ൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് അല്ല, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, കുറേ എക്സ്പീരിയൻസുകളുണ്ടാവും. അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല എക്സ്പീരിയൻസ് ഉണ്ട്. മീൻസ് പലരും നമ്മളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള 1-2 പറയാമോ? ഞാനാണ് NIC ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം നമ്മളെ വിശ്വസിച്ചാണ് പേരൻസ് കുഞ്ഞുങ്ങളെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അന്നേരം നമുക്കൊരു അമ്മ എന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് നമുക്ക് അവരെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്കും പ്രാർത്ഥനയുണ്ട് അവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നുള്ളത്. കാരണം അവരൊരുപാട് ഇൻഫെക്ഷൻ ഒന്നും അടിച്ച് അവിടെ കിടന്ന് പേരൻസിനും വിഷമാണ്. അവർ വരുമ്പോഴും അവരുടെ മുഖം കാണുമ്പോഴും നമുക്ക് എത്ര അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാലും അവർക്കും ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടിട്ട് പോകുന്നത്. അന്നേരം
അവർ റിക്കവറി ചെയ്ത് നല്ലതായിട്ട് അവിടുന്ന് പോകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ടും പോസിറ്റീവ് ഔട്ട്കമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഒത്തിരി പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ കുറച്ച് വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനഃപൂർവ്വം അങ്ങ് മറക്കുക. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല അല്ലേ? എങ്കിലും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് അല്ലേ? ആതുര സേവന രംഗത്ത് മറ്റുള്ളവരെ നമ്മളെന്താ പറയുക, അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു തൊഴിൽ തന്നെയാണ് ശരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഭൂമിയിലെ മാലാഖമാർ എന്ന് എല്ലാവരും നഴ്സുമാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ശരിക്കും അതാണ് നേഴ്സിന്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ. അന്നേരം നമുക്ക് റിലേറ്റീവ്സോ പേരൻസോ ഒന്നുമില്ല, നേഴ്സുമാരെയാണ് അവർ പേഷ്യൻസായിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മളുടെ ഒരു നല്ലൊരു ചിരി, ഒരു നല്ലൊരു വാക്ക്, അവർക്ക് അതൊരു സന്തോഷം കിട്ടുന്ന, ഒരു ഇച്ചിരെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? അത് ആര് തന്നെയായാലും ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് പെട്ടെന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് മനോഹരമായ ഒന്ന് ചിരിച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെ ആ ഒരു കാഠിന്യം തന്നെ കുറയും. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ബിസിനസ് മാൻ എന്ന അതിലുപരി നല്ലൊരു കലാകാരനാണ്. ഞാൻ ആദ്യമായിട്ട് റിച്ചിയെക്കുറിച്ച് അറിയുന്നത് ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് റിച്ചിയെ പരിചയപ്പെടുത്തി തന്നത്. ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അത് പിന്നെ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട വിനോദ് ആറ്റിങ്ങൽ. അദ്ദേഹം ഒരു സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് ബ്ലൂ വെയിൽ. യെസ്. ബ്ലൂ വെയിൽ എന്ന ഷോർട്ട് ഫിലിം ബഹറിൽ തന്നെ ചിത്രീകരിച്ചതാണ്. അതിൽ ഒരു അവസരം ലഭിച്ചു. അതിന് മുന്നേ 1-2 ഷോർട്ട് ഫിലിമുകളിൽ ഇവിടെ പല സംവിധായകരുടെ കൂടെ അഭിനയിക്കാനൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നാടകങ്ങൾ ചെയ്യാനായിട്ട് പല സമയങ്ങളിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പിന്നെ ഇവിടുത്തെ ഞാൻ റിലീജിയസ് ആയിട്ട് കൂടുന്ന സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, അവിടെ എല്ലാ വർഷവും പിന്നെ നാടകങ്ങൾ നടക്കലുണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ. ചിലപ്പം കേരള സമാജമായിരിക്കാം, ഇന്ത്യൻ ക്ലബ്ബായിരിക്കാം, ഇന്ത്യൻ സ്കൂളായിരിക്കാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് അവസരം, എനിക്ക് ദൈവം സഹായിച്ച അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ അത് പെർഫോം ചെയ്യുന്നു. പിന്നെ അത് ബാക്കിയുള്ള ആളുകളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും ആ ഒരു കാര്യത്തിലും ഫാമിലിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടാണ്. കാരണം ഒരു നാടക ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാകാരന്മാർക്ക് അറിയാം, അതിൻ്റെ ബാക്കിൽ വരുന്ന എഫേർട്ട് എന്ന് പറയുന്നത് മിനിമം ഒരു 30 to 60 days ഒക്കെ ചിലപ്പം ചില നാടക ക്യാമ്പുകളിൽ അത് പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് സംവിധായകർ അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെടും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ തോളോട് തോള് നിന്ന് നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ജോലി കഴിഞ്ഞ് വരുന്നുള്ള സമയം, അതായത് വീട്ടിൽ വരുന്നു, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. വീട്ടിൽ വരുന്നു, ചായ കുടിക്കുന്നു, നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നു, നാടക ക്യാമ്പിലാണ്. രാത്രി പിന്നെ 12 മണി 1 മണി വരെ നാടക ക്യാമ്പിലാണ്. പിറ്റേ ദിവസം പിന്നെ രാവിലെ പോകുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. ഇത് എല്ലാ ദിവസമുള്ള പ്രോസസ്സാണ്. അപ്പം അതിന് എന്താ പറയുന്നത്, അതിൽ മാക്സിമം എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇടുന്നു. അതിൻ്റെ റിസൾട്ട് പിന്നെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളും പിന്നെ പരിചയമുള്ള ആൾക്കാരെല്ലാം നല്ലതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നല്ലത് തന്നെ ആയിരിക്കും, എങ്കിൽ മാത്രമല്ലേ അവരത് പറയുള്ളൂ. മോളു, ഹായ്. മോൾ അഭിനയിച്ചിട്ടുണ്ടോ പപ്പയുടെ കൂടെ നാടകത്തിൽ? എങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ കേട്ടില്ല. അങ്കിൾ കേട്ടില്ല? ഇല്ല. മോൾ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും എന്ന് അങ്കിളിനെ അറിയാം, അങ്ങനല്ലേ? ഈയിടയ്ക്ക് അങ്കിൾ സമ്മാനം കണ്ടു, മോള് മേടിച്ച സമ്മാനമല്ലേ? ഞാൻ കണ്ടിരുന്നു. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്. ക്രിസും നന്നായിട്ട് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, നല്ലപോലെ വരയ്ക്കും, പെൻസിൽ സ്കെച്ചിങ്. മാത്രമല്ല ഇപ്പം ഒരു സമ്മാനം കിട്ടി. ഞങ്ങളുടെ ചർച്ചിൽ നടന്ന സ്മൃതി എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പെൻസിൽ സ്കെച്ചിങ്ങിന്
ഇപ്പം ഫസ്റ്റ് ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അതുപോലെ സജിനിയും അത്യാവശ്യം ഡാൻസ് ചെയ്യും. പിന്നെ പാട്ട് പാടും, എന്നാലും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു കലാകുടുംബമാണ് അല്ലേ? കലാപരമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് സജിനി. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ് അല്ലേ? ഇപ്പൊ ക്രിസ് നല്ലൊരു പാട്ടുകാരനാണ്. ഞാൻ പല വേദികളിലും കണ്ടിട്ടുള്ളത് ക്രിസ് ഇംഗ്ലീഷ് സോങ്സ് നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയാണ് നമുക്ക് അടിപൊളി ഒരു ഇംഗ്ലീഷ് സോങ് കേട്ടാലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? മോള് കൂടി സപ്പോർട്ട് ചെയ്യണേ. പാടുവോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട്. നീ പഠിക്കാവുള്ളൂ. It's a calming notion, perpetual emotion. For I don't need the comfort of any lies. For I have seen the ending, and there's no ascending. Rise. Oh, back when I was younger, lost all by other youngsters, for they could not see what I see, but I was seeing. My eyes were transparent, my life was flashing. I saw a limit to live or not at all. നൈസ്. ഇല്ല, പാടത്തില്ല. ക്രിസ് മലയാളം പാട്ടൊക്കെ പാടുന്നു. മലയാളം അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു മലയാളം പാട്ടും കൂടി പാടണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഓർത്ത് വെച്ചു. ഓക്കെ, ഓർത്ത് റെഡി ആയിട്ടിരുന്നോളെ. ഓക്കെ, റിച്ചി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നാടകങ്ങളിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കഥാപാത്രങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്തതിൽ തന്നെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? അതായത് ബൈബിളിലെ തന്നെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ ദൗത്യങ്ങൾ ഏൽപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് മോസസ്. മോസസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പിന്നെ ഇസ്രായേൽ ജനത ഈജിപ്തിൽ ഒരുപാട് വർഷക്കാലം അടിമകളായിട്ട് കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനതയാണ്. അപ്പം ആ ജനതയെ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് മോസസിനുണ്ടായിരുന്നത്. അപ്പം മോസസ് എന്ന് പറഞ്ഞൊരു നാടകത്തിൽ മോസസായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. അത് വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ അത് ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നൊരു ക്യാരക്ടറാണ്. റിച്ചിയെ പോലെ തന്നെ പ്രേക്ഷകർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ? എന്തെങ്കിലും അവാർഡുകളോ എന്തെങ്കിലും? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നെ കല, കായികം എല്ലാ മേഖലകളിലും പിന്നെ ശ്രമം നടത്തലുണ്ട്. നമ്മളെല്ലാത്തിലും നമ്മളൊരു ശ്രമം നടത്തുമല്ലോ. അപ്പം യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുക, സ്കൂളിൽ നിന്ന് പല പ്രാവശ്യം നമ്മൾ പിന്നെ മൈം, നാടകം, നാടോടി നൃത്തം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പങ്കെടുക്കാനും സമ്മാനം ലഭിക്കുകയുണ്ടായി. അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും പല തലങ്ങളിൽ നമുക്കതിനകത്ത് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് സമ്മാനങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ പലതരത്തിലുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതെ, അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് NCC അറിയാവുന്നതാണ്. NCC ആർമി വിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാഷണൽ ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പ്, നാഷണൽ അഡ്വാൻസ്ഡ് ക്യാമ്പ് എന്നിങ്ങനെയുള്ള പിന്നെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനും, ഈ ക്യാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ചെയ്തുള്ളൊരു ക്യാമ്പാണ്. അപ്പോൾ അത് സ്റ്റേറ്റുകൾ തമ്മിലാണ് പിന്നെ കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് NCCയുടെ ഭാഗമായിട്ട് പോകാനായിട്ട് സാധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു 2001 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് പിന്നെ തമിഴ്നാട്ടിലായിരുന്നു ക്യാമ്പ്. അവിടെ പോയി ആ ക്യാമ്പിൽ പങ്കെടുക്കാനും കേരള ടീമിന് വേണ്ടിയിട്ട് നമുക്ക് ആ വർഷം സമ്മാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായിട്ട് തോന്നുന്ന ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സൈക്ലിങ്ങിൽ റിച്ചിയും തമ്മിലുള്ള ഒരു കുറേ കഥകളുണ്ട്.
അതും മിസ്റ്റർ വിനോദ് വഴിയാണ് ഞാനത് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവായിട്ട് കാണുന്ന ഒരു മത്സര ഇനമല്ല. പിന്നെ തിരുവനന്തപുരത്ത് മാത്രമാണ് പിന്നെ നമുക്ക് വെലോഡ്രോം ഉള്ളത്. അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. LNCP എന്ന് പറഞ്ഞുള്ള ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്താണ് ഈ വെലോഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്തായതുകൊണ്ടും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതുകൊണ്ടും എനിക്കവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. അങ്ങനെ പിന്നെ ചെറിയ പ്രായത്തിൽ അത്യാവശ്യം പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഒരു ശകലമെങ്കിലും പിന്നെ കഴിവ് തെളിയിക്കാൻ പറ്റിയത് കൊണ്ട് അതിനകത്ത് പോയപ്പോൾ നമുക്ക് ശോഭിക്കാൻ പറ്റി. 3 പ്രാവശ്യം പിന്നെ കേരളത്തിലെ ചാമ്പ്യനായിരുന്നു. പിന്നെ 3 പ്രാവശ്യം നാഷണൽസ് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു. 2 പ്രാവശ്യം ഡൽഹിയിലായിരുന്നു, 1 പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. ഇതിലൊക്കെ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു വസ്തുതയാണ്. ഇതൊക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു? പിന്നെ അതൊക്കെ ചെറിയ പ്രായത്തിലാണ്. ഇതൊക്കെ സഞ്ജിക്ക് അറിയാമായിരുന്നോ ഈ കഥകളൊക്കെ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് റിച്ചിയുടെ എല്ലാ കഥകളും അറിയാമോ? എല്ലാ കഥകളും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ. അത് അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? അതെ, ഞങ്ങൾ പിന്നെ നഴ്സിംഗ് ആണ്, ഞാനും പഠിച്ചത് നഴ്സിംഗ് ആണ്. പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ അത് മുതലുള്ള കാര്യങ്ങളും അതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടും നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുമല്ലോ എപ്പോഴും. അങ്ങനെയുള്ള അറിവ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കുന്നില്ല. അത് ചോദിക്കുമ്പോൾ എപ്പോഴും റിച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ റിച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവരെന്തെങ്കിലും സംസാരിക്കും, പിന്നെ നിർത്തത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിലോട്ട് പോകുന്നില്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ സൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബഹ്റിനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ ഒരുപാട് പേര് ഇവിടെ സൈക്ലിംഗ് ആക്ച്വലി ഒരു ടീമിലുണ്ട് ഞാനും. റൈഡേഴ്സ് ഓൺ വീൽ പിന്നെ ഒരു സൈക്കിൾ മേടിച്ചു. കുറച്ചാൾ പോകാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ ക്ലൈമറ്റ് വലിയൊരു പ്രോബ്ലമാണ്. റൈഡേഴ്സ് ഇറങ്ങുന്നത് തണുപ്പുള്ള സമയങ്ങളിലാണ്. അപ്പോൾ തണുപ്പുള്ള സമയങ്ങളിൽ ഓഫ് കോഴ്സ് പോകലുണ്ട്. പിന്നെ ചൂടാകുമ്പോഴത്തേന് പിന്നെ മീൻസ് 6 മാസം അങ്ങനെയാണ്, സീസൺ വൈസാണ്. അപ്പം അതിൽ ഇപ്പം ഞാനിപ്പം റെഗുലറായിട്ട് പോകുന്നത് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലറായിട്ട് പോകുന്നത്. ഇവിടെ കേരള കാത്തലിക് അസോസിയേഷൻ കളിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസ് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്, അവിടെ കളിക്കാൻ പോകുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലേ? ബഹ്റിനിലെ IYCC എന്ന് പറയുന്ന സംഘടനയിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു പ്രവർത്തകൻ കൂടിയാണ്. ഒത്തിരി സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കും റിച്ചിയും ഞാൻ ഒരുമിച്ച് ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ റിച്ചിയെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാറുണ്ട് സംഘടന. പക്ഷേ അത് എന്ത് വില കൊടുത്തിട്ടും ഏത് രീതിയിലായാലും ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരുടെ കാല് പിടിച്ചിട്ടായാലും അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് റിച്ചി എടുക്കുന്ന ഒരു എഫർട്ട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും റിച്ചി എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് 99% വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒപ്പം തന്നെ റിച്ചിയുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു റിച്ചിയുടെ കടയിൽ അല്ലെങ്കിൽ റിച്ചി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇൻ കേസ് ഇതിലൊന്നും പെടാത്ത ഒരു സാധനം കൂടിയാണെങ്കിൽ കൂടി റിച്ചിയോട് ചോദിക്കണം ഈ സാധനം കിട്ടുമോ? റിച്ചി അത് ഒരിക്കലും പറയില്ല അത് കിട്ടില്ല, ഐ ഹാവ് ദാറ്റ്. അത് എവിടെ നിന്നായാലും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതും റിച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അല്ലേ റിച്ചി? ഇതിലൊക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട് അല്ലേ? സജിനിക്കും തോന്നിയിട്ടില്ലേ അങ്ങനെ? ഓക്കെ, ഏതായാലും സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ എന്ന് പറയാം. സംഘടനാ പ്രവർത്തനം ബേസിക്കലി പിന്നെ നാട്ടിൽ നിന്നാണ് ഓഫ് കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ KSU നിന്നായിരിക്കും. അതെ, KSU നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനമായിരിക്കുന്നത് എൻ്റെ ഫാദർ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ INTSലൂടെ പിന്നെ നേതൃത്വത്തിലേക്ക് വന്നു. പിന്നെ കേരള സ്റ്റേറ്റ് പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളോളം
പിന്നെ ആ ഒരു സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. ശ്രീ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി സാറ്, അങ്ങനെയുള്ള AK ആൻ്റണി എന്നുള്ള നേതാക്കന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ നമ്മൾ ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഇത് കണ്ടാണ് വളരുന്നത്. ഈ രാഷ്ട്രീയക്കാരെയും പിന്നെ രാഷ്ട്രീയവും കണ്ടാണ് നമ്മൾ വളരുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള പല സമരങ്ങളിലും പിന്നെ ഫാദർ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് എംപ്ലോയിയാണ് ഫാദർ. ഗവൺമെൻറ് പ്രസ്സിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം ആ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള അലവൻസ് കിട്ടാനും പിന്നെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലും ഇങ്ങനെയുള്ള സംഭവം അപ്പം എപ്പോഴും ലൈവായിട്ട് രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം ഇത് കണ്ടാണ് പിന്നെ ഞാൻ വളരുന്നത്. പിന്നെ പ്രാദേശികമായിട്ട് നടക്കുന്ന പിന്നെ ഇലക്ഷൻസിന് പിന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. ഞാൻ പല സമയങ്ങളിലും ഈ പ്രാദേശികമായിട്ടുള്ള കൗൺസിലർ ഇലക്ഷൻ വരുമ്പോഴത്തേനും അറിയാമല്ലോ, സീറ്റിന് വേണ്ടി കിടന്ന് വഴക്കാണ്. നമ്മുടെ നാടുകളിലൊക്കെ എപ്പോഴും വഴക്കാണ്. അപ്പോൾ അതിന് മധ്യസ്ഥത നിന്ന് പുള്ളിയാണ് അതിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുകയും അതിനുവേണ്ടി മുഖ്യ പങ്ക് വഹിക്കുന്നൊരു വഹിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് നമ്മൾ. അപ്പോൾ അന്ന് നമ്മൾ ഇതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ രാഷ്ട്രീയ പിന്നെ വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ഇത് കിട്ടി. ഞാൻ പഠിച്ചത് പിന്നെ മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബോയ്സ് പിന്നെ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം പണ്ട് കാലം മുതലേ അവിടെ ഉള്ളതാണ്. അത് പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. എപ്പോഴും പിന്നെ ലൈവാണ് അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് എല്ലാ വിഭാഗത്തിലുള്ള പാർട്ടികളുണ്ട് അവിടെ. KSU ഉണ്ട്, പിന്നെ SFI ഉണ്ട്, AUP, എല്ലാവർക്കും അവിടെ ഇതുണ്ട്. അവിടെ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള പിന്നെ അവസരങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. അവിടെ നമുക്ക് ഇലക്ഷന് മത്സരിക്കാം. അപ്പോൾ ഞാൻ വർഷങ്ങൾ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ലീഡറായിട്ട് മത്സരിച്ച് വേണം വിജയിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, നേരത്തെ പറഞ്ഞല്ലോ, അതിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെയാണ് ബഹ്റിനിലേക്ക് കടന്നു വരുന്നത്. ബഹ്റിനിൽ കടന്നു വന്നപ്പോഴത്തേക്കിന് പിന്നെ ഇവിടെ വൈബ്രൻ്റായിട്ടുള്ള പിന്നെ യൂത്തിൻ്റെ സംഘടന ഏതാണെന്ന് നമ്മൾ ഇവിടെ വന്ന് തിരക്കുമല്ലോ. തിരക്കിയപ്പോഴത്തേനും മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ IYCC, ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിച്ചു. ആദ്യം ഞാൻ മനാമ ഏരിയയിലായിരുന്നു, അവിടുത്തെ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പിന്നെ തിരഞ്ഞെടുത്തു. പിന്നെ ആ ഏരിയയുടെ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി. പിന്നെ നാഷണൽ കമ്മിറ്റിയുടെ ആർട്സ് വിങ്, സ്പോർട്സ് വിങ്, അതുപോലെ തന്നെ പിന്നെ നാട്ടിൽ ഞങ്ങളുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പാളയം ഇടവകമാണ്. അപ്പോൾ അവിടുത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുമൊക്കെ സേവനമനുഷ്ഠിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടും. അതായത് ലൈക്ക് ഇപ്പം മുത്തൂറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ, മനോരമ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്, ഇപ്പം നമ്മുടെ ബിനുവൊക്കെ ഞങ്ങളുടെ ചർച്ചിലാണ് കൂടുന്നത്. അപ്പം ഇവരോട്ടൊക്കെ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു അവസരം അവിടെ കിട്ടി. അപ്പം നമ്മൾ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നല്ല ഒരു കണക്ഷൻ പണ്ടേ നമുക്ക് പിന്നെ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതൊരു പാഠമാണ്. അങ്ങനെയാണ് ബഹ്റിനിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കിന് ഏറ്റവും വൈബ്രൻ്റായിട്ടുള്ള യുവജന സംഘടന ഏതാണെന്ന് നമ്മൾ തിരക്കുകയും പിന്നെ അന്നേരം മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് IYCC ബഹ്റിൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലേക്ക് കടന്നു വന്നു. പിന്നെ മനാമ ഏരിയ കമ്മിറ്റിയിലാണ്. അതായത് 9 ഏരിയ കമ്മിറ്റികളുണ്ട്. അതിലൊരു ഏരിയ കമ്മിറ്റിയാണോ മനാമ ഏരിയ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ പിന്നെ കടന്നു വരാനായിട്ട് സാധിച്ചു. അവിടെ ഒരു പ്രവർത്തനമായിട്ട് കടന്നു വന്നു. അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയായി, അതേ ഏരിയയിലെ സെക്രട്ടറി ആവാൻ സാധിച്ചു. പിന്നെ അതേ ഏരിയയിലെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നെ നാഷണൽ കമ്മിറ്റിയുടെ സ്പോർട്സ് വിങ്, ആർട്സ് വിങ്, അതുപോലെ തന്നെ നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇപ്പം സംഘടനയുടെ ആർട്സ് വിങ് കൺവീനറായിട്ട് പ്രവർത്തിക്കുകയാണ്. പിന്നെ നമ്മളെ ദേശീയ കമ്മിറ്റിയുടെ
പിന്നെ ഇവിടെ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു സാഹചര്യമല്ല ഇവിടെ. ഇവിടെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മുടെ സഹജീവികൾക്ക് പിന്നെ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചിലപ്പം സാമ്പത്തികമായിരിക്കാം, ചിലപ്പം ഫിസിക്കലി ആയിരിക്കാം, മെൻ്റലി ആയിരിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയമല്ല, നമുക്ക് അത് വേണമെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയാം. നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഈ പ്രവാസ ലോകത്ത് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മൾ ഞങ്ങളുടെ സംഘടന IBCC ബഹ്റിൻ ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം പിന്നെ വളരെ വൈബ്രൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഒരുപാട് കാര്യങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ കോവിഡിൻ്റെ ടൈമിൽ നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വിടാൻ പറ്റി. പിന്നെ നാട്ടിൽ പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത് പിന്നെ ഭക്ഷണം, വസ്ത്രം എന്നുള്ള സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് നമുക്ക് കണ്ടെയ്നർ അയക്കാൻ വേണ്ടിയിട്ട് 40 ഫീറ്റ് കണ്ടെയ്നർ നമ്മളിവിടുന്ന് പിന്നെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ഡയറക്റ്റ് പോയി ഹാൻഡ് ഓവർ, ഞാൻ നേരിട്ട് പോയിട്ടാണ് നാട്ടിൽ പോയിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു. പിന്നെ ഈ കോവിഡ് ടൈമിൽ പിന്നെ ആൾക്കാർക്ക് വീടുകളിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കതിനകത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ഭക്ഷണ കിറ്റുകൾ, ഫുഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പിന്നെ സംഘടന അന്നും, അതായത് 2013 തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ വളരെ ആക്റ്റീവായിട്ട് ഓടുന്നൊരു പ്രസ്ഥാനമാണ്. പിന്നെ സാധാരണ സംഘടന എന്ന് പറഞ്ഞാൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷേ ഇത് പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ പിന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ഇടപെടുന്ന പിന്നെ ഒരു പ്രവണതയാണ് അതിൽ കണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ ബിസിനസ്സിൽ വൈഫിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വന്തം ഫാമിലിയിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരത്തില്ല. ചില ഫാമിലീസിലുള്ളവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. പക്ഷേ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നത് ഇഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല. അപ്പോൾ റിച്ചി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നതിനോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് സജിനിയുടെ ഭാഗത്തുള്ള? ശരിക്കും ചെയ്യുന്നത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഓക്കെയാണ്. നമുക്കിപ്പം ഇച്ചിരി ഫാമിലിയുടെ കാര്യങ്ങൾ മാറ്റി വെച്ചാലും വേറെ ആൾക്ക് അതൊരു ഉപകാരമാണെങ്കിൽ നല്ലതായി. അല്ല, അത്തരം സംഘടനാ പ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് പുള്ളിയോടൊപ്പം പോകാറുണ്ടോ? ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഡ്യൂട്ടി എപ്പോഴും ടൈം അഡ്ജസ്റ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ IBCC എന്ന് പറഞ്ഞ സംഘടന കലാരംഗത്ത്, അതായത് കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരി ബഹ്റിനിൽ നടത്തുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾ, അതായത് IBCCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണത് യൂത്ത് ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ബഹ്റിനിൽ ഉള്ള IBCCയിലുള്ളതും അല്ലാതെ പുറത്തുള്ളവരുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ നാട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നിട്ടുള്ള വലിയൊരു പരിപാടിയാണ് യൂത്ത് ഫെസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം കണ്ട് വരാൻ പോകുന്നു, ജൂണിൽ അത് വരാൻ പോവുകയാണ്. അതുപോലെ നല്ലൊരു ഡാൻസറാണെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ബഹ്റിനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വേദിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ റീസെൻ്റ്ലി നമ്മുടെ കേരള സമാജത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോക്ക് ഡാൻസ് കളിക്കാൻ കഴിഞ്ഞു. അത് ഈ BMC തന്നെയുള്ള പ്രശാന്ത് മാസ്റ്റർ എന്ന് പറഞ്ഞ മാസ്റ്റർ കീഴിലാണ് ഞങ്ങൾ പഠിച്ചത്. നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരിൽ നിന്നും. ഞങ്ങൾ നല്ലതായിട്ട് കളിച്ചതായിട്ടൊക്കെ എല്ലാവരും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഡാൻസ് മാത്രമല്ല, അത്യാവശ്യം നന്നായിട്ട് പാടും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ബഹ്റിനിൽ? അതും കേരള സമാജത്തിലെ ഒരു പ്രോഗ്രാമിൽ നാടൻ പാട്ട് പാടാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറേ നാളിന് ശേഷം നമ്മൾ സ്റ്റേജിൽ നിന്ന് പാടുന്ന കുറേ നാൾ നമ്മൾ പാടാതൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്ന് അത് ഓക്കെ ആയി ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പാടുന്ന ഒരാൾ കൂടിയാണ്. റിച്ചിക്ക് ഇഷ്ടപ്പെട്ട, സജിനിക്ക് നല്ല അടിപൊളിയായിട്ട് പാടാൻ പറ്റുന്ന പാട്ട് ഏതാണ്? ഓക്കെ, മഞ്ജു വാര്യർ അഭിനയിച്ച വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ എന്നുള്ള പാട്ടാണ്. അതാണ് റിച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത്. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി
വിരഹമെന്നാളും മയങ്ങി. സജിനി, എങ്ങനെ ഇതുവരെയുള്ള ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്റ്റിനെ പ്രഗ്നൻ്റ് ആയത് സൗദി ആയിരുന്നു വർക്ക് ചെയ്ത സമയത്താണ്. അന്നേരം ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വരികയാണ്. അന്നേരം ശരിക്കും അന്ന് സൗദി എയർലൈൻസിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ഗസീം എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഗസീമിൽ നിന്ന് റിയാദിലേക്ക് വരും, റിയാദിൽ നിന്ന് കൊച്ചിയിലേക്ക്. അന്നേരം ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് വരേണ്ട ഫ്ലൈറ്റേ കിട്ടിയില്ല. അങ്ങനെ ഉള്ള സമയത്താണെങ്കിൽ ശരിക്കും പിന്നെയും ഡിലേ ആവും. ഞാൻ ഓൾറെഡി 7 months പ്രഗ്നൻറ്റുമാണ്. എൻ്റെ 2 ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ കൂടെ. അന്നേരം ഞങ്ങൾ പിന്നെ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഉള്ളൂ ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട്. അന്നേരം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഡൽഹി വന്നു. ഡൽഹി വന്നപ്പോൾ ശരിക്കും അന്നേരം ഞങ്ങൾക്കാണെങ്കിൽ ഓൾറെഡി സൗദി എയർലൈൻസിൻ്റെ ക്ലിയറൻസ് പേപ്പറായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ആയിട്ട് ഇത്ര സമയത്ത് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ പേപ്പറാണ് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിരുന്നത്. അന്നേരം ഡൽഹി വന്നപ്പോൾ അവിടുത്തെ എയർലൈൻസ് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നേ ഇല്ല. ഒരു ഫ്ലൈറ്റിനും അവർ അലോ ചെയ്യുന്നില്ല. അന്നേരം ഞാൻ എൻ്റെ ഫാദർ ലോയെ വിളിച്ചത് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കേരള ഭവനിൽ ഇത് അറിയിച്ചു. അന്നേരം നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇടപെട്ട് അന്നേരം എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ വ്യോമയാന മന്ത്രി KC വേണുഗോപാൽ സാറായിരുന്നു. അപ്പം ഉമ്മൻചാണ്ടി സാറ് വേണുഗോപാൽ സാറിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക് വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു ദൈവത്തെ പോലെ ഫീൽ ചെയ്യും. കാരണം ആരും ഒരു ഹെൽപ്പ് ചെയ്യാനില്ല, ആരെയും അറിയത്തുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അന്നേരം ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വരുമ്പോൾ ഒരു ഹെൽപ്പ് ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് എന്തായാലും ഒന്നും പറ്റാതെ തന്നെ ഞാൻ നാട്ടിലെത്തി, മോനുണ്ടായി. ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് തന്നെയാണ് അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള നമ്മൾ ആ ഓരോ സമയം മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. കാരണം ഇത് എങ്ങനെയാകും അടുത്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഇപ്പം നമ്മുടെ സ്ഥലമാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാം. ഇത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചാൽ കൂടിയും അവർ പിന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ചോദിക്കും. ഇതെങ്ങനെയായിരുന്നു, ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അവർ എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അതായത് സൗദി എയർലൈൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഡൽഹി വന്നു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിലാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. ഒരു എയർലൈൻസും അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും, പൈസ കൊടുത്ത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴത്തേനും അവർ അത് കയറ്റി വിടത്തില്ല. അതാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ ഇടപെട്ടിട്ട് അങ്ങനൊരു ഇത് കിട്ടിയത്. ഏതായാലും ഭാഗ്യം തന്നെയായിരുന്നു. നല്ല ഒരു മോനെ കിട്ടി. ക്രിസ് ഒരു പാട്ട് കേട്ടാലോ അങ്ങനെയാണെങ്കിൽ? എന്നാ പാടിയേ. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണ പ്രഭാവങ്ങളും നാദാൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. ക്രിസേ, നിന്റെ പപ്പയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാമോ? എപ്പോഴും അങ്ങ് അഡ്വെഞ്ചറിനകത്തൊക്കെ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങ് ഇങ്ങനെ പുതിയ ലൈക്ക് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻതൂസിയാസ്റ്റിക്കാ. പിന്നെ ഈ ഫീൽഡിനകത്തൊക്കെ എപ്പോഴും ഈ ന്യൂ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒക്കെ നോക്കും. അങ്ങനെ അങ്ങ് പറയാൻ പറ്റും. പിന്നെ എപ്പോഴും ന്യൂ തിങ്സ് എന്താ പറയുന്ന
ഒരിക്കലും ട്രൈ ചെയ്യാത്തത് ട്രൈ ചെയ്യാൻ അങ്ങ് പോകും, ഒരു ഹെസിറ്റേഷനും ഇല്ല. ആസ് എ പപ്പ എന്നുള്ള നിലയിൽ ഭയങ്കര നല്ലതാണ്. ഒരുപാട് ലൈഫ് ലെസൺ ഒക്കെ പഠിപ്പിക്കും, സ്റ്റഡീസിനകത്തൊക്കെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടീവ്. ക്രിസ് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നേടിത്തരുമോ, അതോ എടേ പോടെ എന്ന് പറയോ? സപ്പോസ് നിനക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് പപ്പയോട് പറഞ്ഞാൽ എനിക്ക് വാങ്ങിത്തരണമെന്ന് പറയാണ്, അങ്ങനെയാണെങ്കിൽ പപ്പ പെട്ടെന്ന് തന്നെ അത് വാങ്ങിത്തരാൻ ട്രൈ ചെയ്യുമോ, അതാ പറ്റത്തില്ല എന്ന് പറയോ? പെട്ടെന്ന് അങ്ങ് വാങ്ങിക്കാൻ അങ്ങ് ട്രൈ ചെയ്യും. അപ്പോൾ നിന്റെ അഭിപ്രായത്തിൽ നിന്റെ പപ്പ ബെസ്റ്റാണ്. ഓക്കെ. ഹായ് മോളു, പപ്പയെ കുറിച്ച് മോക്ക് ഇഷ്ടമുള്ള 1-2 കാര്യങ്ങൾ പറയാമോ? പപ്പ ഗുഡാണോ? ആലോചിച്ച് കള്ളത്തരമൊന്നും പറയണ്ട, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. മോക്ക് ഇഷ്ടമുള്ള പപ്പ ഇഷ്ടമാണോ? യെസ്. ഇനി സജിനിയോട് ചോദിക്കുകയാണ്, റിച്ചിയുടെ നെഗറ്റീവായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. അങ്ങനൊന്നും ഇല്ലടാ പോയി. അങ്ങനെയല്ല, എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ചിലപ്പം ഈ ചോദ്യം ഞാൻ റിച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം റിച്ചി വാദോരാ സംസാരിക്കും, അതിനുള്ള അവസരം കൊടുക്കണ്ട, ഒന്ന് പെട്ടെന്ന് പറഞ്ഞോ. ചിലപ്പോൾ ഇപ്പം എനിക്കത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പിള്ളേർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ പക്ഷേ എപ്പോഴും എന്തെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ വല്ല എടുക്കുകയാണെങ്കിലും, ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും ഞാനങ്ങനെ കുറച്ച് 1 കിലോ അങ്ങനെയൊക്കെ വന്ന് മേടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം അത് ട്രൈ ചെയ്തുള്ളൂ. അന്നേരം ഞാനിപ്പോൾ സപ്പോസ് വീട്ടിൽ കൊണ്ടുവന്നു, അത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, അന്നേരം പക്ഷേ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1 kg അങ്ങനെയൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് അങ്ങ് മേടിക്കും, പിന്നെ അവർ കഴിക്കത്തുമില്ല. അന്നേരം ഞാൻ എപ്പോഴും പറയും, പിള്ളേർക്ക് കുറച്ച് മതി. അവർക്ക് എപ്പോഴും ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അവർ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കത്തില്ല. അന്നേരം അത് പറയുന്നത് ഇഷ്ടമല്ല. അന്നേരം എപ്പോഴും ബൾക്ക് ക്വാണ്ടിറ്റീസ് വീട്ടിലേക്ക് കൊണ്ടുവരും. ബിസിനസ്സുകാരുടെ ഒരു പ്രത്യേകത ഹോൾസെയിലായിട്ട് സാധനം എടുത്ത് ശീലമായി പോയത് കൊണ്ടാണ്. ഇപ്പൊ റിച്ച് ഷോപ്പിലേക്ക് സാധനം എടുത്തു കഴിയുമ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നത്, ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേക്ക് കോസ്റ്റ് കുറഞ്ഞിരിക്കും. ആ ഒരു മൈൻഡ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ചുമ്മാ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അത് നമ്മൾ ചിലപ്പോൾ അത് യൂസ് ചെയ്താൽ കളഞ്ഞു പോകും, കളയെടുത്ത്. എപ്പോഴും പറയും, അന്നേരം പക്ഷെ അത് കേൾക്കില്ല, പിന്നെ അത് തന്നെ സംഭവിച്ചോണ്ടിരിക്കും. വീട്ടിലൊക്കെ എങ്ങനെ ഈ നീറ്റ്നെസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? എന്നെക്കാട്ടി എനിക്ക് ഒന്ന് വെച്ച് നീറ്റ്നെസ് കൂടുതലുള്ള ആളാന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിട്ട് വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. കുക്കിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ ക്ലീനിങ് ഒക്കെ എന്നെ സംബന്ധിച്ചിട്ട് കൂടെ പാടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യും. കുക്കിംഗ് ഒക്കെ നല്ലവണ്ണം അറിയാം. അത്യാവശ്യം വീട് ഞാനില്ലേലും ഓടിച്ചോണ്ട് പോകാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. ശരി. അപ്പോൾ അത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലിട്ട് വന്നു. ഏതായാലും ഓക്കെ. സജിനിയുടെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടോ? നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ പോസിറ്റീവും നെഗറ്റീവ്സും. ഇപ്പം ഇവളെ സംബന്ധിച്ച് അത്യാവശ്യം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കഴിവുള്ള ആളാണ്. ഇപ്പം എന്താ പറയുന്ന ഒരു പാട്ട് എഴുതാൻ കഴിവുണ്ട്. പിന്നെ ഒരു ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഒരു ഡാൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളിക്കാൻ കഴിവുണ്ട്. എല്ലാത്തിലും കഴിവുണ്ട്, പക്ഷേ ഇതൊന്നും പോകാതെ മടി പിടിച്ച് വിട്ടിരിക്കും. അപ്പം നമ്മൾ ഉന്തിത്തള്ളി വിട്ടാലാണ് പിന്നെ ഓരോ പരിപാടിക്ക് പോയി ചേരുക. അപ്പം അത് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നേക്കുന്ന കഴിവും നമ്മുടെ സമയവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇടയ്ക്കും പറയും, പറ്റുന്ന ചിലപ്പോൾ പോയി ചേരും. തീർച്ചയായിട്ടും. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം റിച്ചിക്കുണ്ട്. അതായത് സജിനിക്കുള്ള ആ ഒരു കഴിവുകൾ വെറുതെ വെച്ച് നശിപ്പിച്ച് കളയാതെ അത് ഡെവലപ്പ് ചെയ്ത് അതിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് അല്ലേ. കലാപരമായ കഴിവുകൾ അതായത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് പാട്ട് പാടാൻ കഴിവുണ്ട്, പിന്നെ കലാപരമായിട്ട് ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷെ ഇത് യൂട്ടിലൈസ് ചെയ്യില്ല. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്.
ചർച്ചിലായാലും അതുപോലെ സമാജത്തിലായി കഴിഞ്ഞാൽ ബഹ്റൈൻ മീഡിയ ഇഷ്ടം മാതിരി കലാകാരന്മാർക്ക് ബഹ്റൈനിൽ ഉള്ളതുപോലെയുള്ള അവസരങ്ങൾ വേറെ എവിടെയും കിട്ടത്തില്ല. മനസ്സിലായില്ലേ? മാക്സിമം ഭയങ്കര ഫ്രീഡം ആണ് ഈ സ്ഥലത്ത്. അതെ അതെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാരൻസ്, ബന്ധുക്കൾ, അവരെ കുറച്ചുകൂടി ഒന്ന് പറയാം. എൻ്റെ ഫാദർ പിന്നെ KP ജോഷ്വ, കളത്തൂരത്ത് ഫിലിപ്പോസ് ജോഷ്വ, പത്തനംതിട്ട സ്വദേശിയാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായി. ഏകദേശം 45 വർഷത്തോളം ആയി തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ്. പിന്നെ ഗവൺമെൻറ് പ്രസ്സിലാണ് പുള്ളി പിന്നെ വർക്ക് ചെയ്തത്. ഇപ്പോൾ റിട്ടയർഡായി പെൻഷനറാണ്. പിന്നെ INTC-യുടെ പിന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1 വർഷക്കാലം പിന്നെ അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പം പെൻഷനേഴ്സ് യൂണിയൻ്റെ ലീഡറാണ്. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഏകദേശം 50 വർഷത്തിനും മുകളിൽ പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഒരു അവാർഡ് പിന്നെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പിന്നെ മദർ സൂസി ഫിലിപ്പ്, പിന്നെ പഠിച്ചത് തുരുത്തിക്കാട് കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ KSUവിൻ്റെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറാണ്. വർഷങ്ങളായിട്ട് ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ച് വരുന്നു. പിന്നെ സിസ്റ്റർ തിരുവനന്തപുരത്ത് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ബ്രദറിലോ പിന്നെ ബിജോയ് കാലായിൽ, അദ്ദേഹം ISROയിൽ പിന്നെ അഡ്വാൻസ്ഡ് ഇനേർഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കാലത്തെ അഭിമാന പദ്ധതിയായിരുന്ന ചന്ദ്രയാൻ 3ൻ്റെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. അത് റീസെൻ്റ്ലി ആയിരുന്നു, കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ പിന്നെ ലോഞ്ച്. പിന്നെ ഇപ്പം ഗഗൻയാൻ പദ്ധതിയിൽ അതിലും ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. പിന്നെ സിസ്റ്റർ റീബ മറിയം ജോഷ്വ, പുള്ളിക്കാരി SBI ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. 2 കുഞ്ഞുങ്ങൾ, റൂബി മറിയം ജേക്കബ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ സയൻറ്റിസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇളയ മകൻ എബി കുര്യൻ ജേക്കബ് 7th ഗ്രേഡിൽ പഠിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് പഠിക്കുന്നത്. സെൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതാണ് എൻ്റെ ഫാമിലി. സജിനിയുടെ എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും എനിക്കൊരു ബ്രദറുമാണുള്ളത്. പപ്പയുടെ പേര് VM ജോയ് എന്നാണ്. പപ്പ ഒരു ബിസിനസ്മാനായിരുന്നു. ഇപ്പം ഏജൊക്കെയായി വലുതായിട്ട് വീട്ടിലിരിക്കുകയാണ്. മമ്മി ശോശാമ്മ ജോയ് എന്ന പേര്. മമ്മി നേഴ്സാണ്. പിന്നെ എനിക്ക് ഉള്ള ഒരു ബ്രദറാണ്, സാജൻ എന്നാണ് പേര്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം വൈഫിൻ്റെ പേര് സ്നേഹ. 2 പേരും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരിപ്പം UK സെറ്റിൽഡായിട്ട്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഇത്രയും സമയം, ഏകദേശം 1 മണിക്കൂർ സമയത്തോളം നമ്മൾ കുറേ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പറഞ്ഞു. ഇപ്പോൾ റിച്ചിയെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ബഹ്റൈനിലുണ്ട്. പക്ഷേ റിച്ചിയെ അറിയാമെങ്കിലും റിച്ചിയെ വളരെ മൈന്യൂട്ടായിട്ട് അറിയാമെന്നുള്ളവർ വളരെ ചുരുക്കം ചിലർ മാത്രമാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുമുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്ന് തന്നെയായിരുന്നു, അല്ലേ? അപ്പോൾ കലാപരമായിട്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം റിച്ചിയുടെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. അതുപോലെ ആതുര സേവന രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എന്നും ആരോഗ്യം തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്ങുഴി, സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.